എങ്ങനെ വിലയിരുത്തുന്നു? മലപ്പുറത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് BJP ഇത്രയും കൂടുതൽ വോട്ട് പിടിക്കുന്നത്. 85,361 വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഏതാണ്ട് 16,500ഓളം വോട്ട് കൂടുതൽ പിടിച്ചു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ടിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. വിശേഷിച്ചും മലപ്പുറത്ത് ഇപ്പോൾ 18 MPമാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരാളൊഴിച്ച് പോയ സാഹചര്യത്തിൽ നമ്മളെ BJP ഒരിക്കലും അടുപ്പിക്കാതിരുന്ന കാലഘട്ടത്തിൽ BJPക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് NDAക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇത്രയും വലിയൊരു നമ്പർ പിടിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തോറ്റതിന്റെ ദുഃഖമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ജയിക്കുന്നതിനേക്കാളും ഒരു ടഫ് കോമ്പറ്റീഷൻ പ്രസന്റ് ചെയ്യുക, നമുക്ക് ഇവിടെ മുന്നേറാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത്. ഒരിക്കലും ഒരു ഘട്ടത്തിലും ജയിക്കുമെന്നോ പറയില്ല. ടഫ് കോമ്പറ്റീഷനേക്കാൾ പ്രതീക്ഷിക്കും ഒതുങ്ങി എന്നുള്ളതാണ് വസ്തുത. അല്പദുഃഖം വളരെ മാർജിനലാണ്. സന്തോഷം തന്നെയാണ് കൂടുതൽ. ആദ്യമായിട്ട് ഞാൻ ഈ മലപ്പുറത്ത് എനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പാർട്ടിക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം മീഡിയ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സാധാരണ കടിക്കുന്നതിനേക്കാളും എന്നെ വളരെ കുറച്ച് ബൈറ്റ് എടുത്തോളൂ. ബൈറ്റല്ല, എന്നെ ആരും ഉപദ്രവിച്ചില്ലെന്നായിരിക്കും. എല്ലാ മീഡിയയും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. ആരും മിസ്കോട്ട് ചെയ്തില്ല എന്നുള്ളതിന് എനിക്ക് മീഡിയയോട് വളരെ വളരെ നന്ദിയുണ്ട്. രണ്ടാമത് എനിക്ക് പറയണമെന്ന് തോന്നിയത്, മലപ്പുറത്ത് വന്ന് നിന്ന് മത്സരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ കയറിയ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഇവിടുത്തെ പോപ്പുലേഷൻ പഠിച്ചത് പല പ്രാവശ്യം പറയുന്നു, 41 ലക്ഷം. ഇതിൽ ഒരു വലിയ നമ്പർ ആൾക്കാർ കുറേയൊക്കെ പൈസ ഉണ്ടെങ്കിലും പാവങ്ങൾ തന്നെയാണ്. ദേ ആർ ബാക്ക്വേർഡ് ഇൻ മെനി വേസ് എക്കണോമിക്കലി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മാത്രമല്ല പൊളിറ്റിക്കൽ ആക്സസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മലപ്പുറം റിലേറ്റീവ്ലി കുറച്ച് പണക്കാരുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ ആൾക്കാർ MP ആയിട്ട് ഡൽഹി പോയിട്ടുള്ള ആ നേതാക്കളോട് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലീഡേഴ്സിന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. പണമുള്ളവന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ 50, 60, 70 കൂടുതൽ ശതമാനമുള്ള കോമൺ മാൻ, അവൻ്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന്, ഡൽഹി ബേസ്ഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളുടെയുള്ള മാർഗം? എന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് MPമാർ പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? ആര് സോൾവ് ചെയ്യും? ഇപ്പം കഴിഞ്ഞ 5, 10 പ്രതിപക്ഷം ഇരുന്നു. ഇനി അടുത്ത 5 കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും? ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും? പൊളിറ്റിക്കൽ മാത്രമല്ല, ഇക്കണോമിക് ഡിമാൻഡ്സ്, എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ്, NRI ഡിമാൻഡ്സ്. ഇതിന് എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല, ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഞാൻ ആദ്യത്തെ പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ഒക്കെ ഉണ്ട്. ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇനി നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിംഗ് വിത്ത് ദ അവൈലബിൾ പവർ ഗ്രൂപ്പ് അറ്റ് ഡൽഹി. അത് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ്. ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നത്, ഞാൻ BJP-കാരനായതുകൊണ്ടല്ല ഇപ്പം സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു കോമൺ മാന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് മലപ്പുറത്ത് കോമൺ മാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ട, അവർക്കറിയാം. അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ്. അവർ ബുദ്ധി ഇപ്പോൾ
വ്യക്തമായി പറഞ്ഞ NDAയോട് അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചല്ല, ദേ ഹാവ് നോ പ്ലാൻ. മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരെ ഉദ്ദേശിച്ചല്ല, ദേ ഹാവ് നോ പ്ലാൻ. മലപ്പുറത്ത് 41 ലക്ഷത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ MP-മാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ദേ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ. ഈ 41 ലക്ഷത്തിൽ കുറഞ്ഞതൊരു 35-38 ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ്. അവർക്ക് നീതി കൊടുക്കണ്ടേ? അവരോടെങ്ങനെ നീതി പുലർത്തും? ഇത് അവരാലോചിക്കേണ്ട സമയമായി. അതിൻ്റെ രീതിയിൽ അവർ വർക്ക് ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്, BJP നേതൃത്വത്തിന് ഇവർക്ക് പറയണത് ഇന്ത്യ അലയൻസ് പറയണത് പോലെ അല്ല. BJPയുടെ പിന്നെ അന്ന് രാജസ്ഥാൻ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഒരുപാട് മുതലെടുത്ത് രാജസ്ഥാനിലൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അപ്പോണന്റിനെ ബാഡ് പ്രാക്ടീസസ് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് പ്രൈം മിനിസ്റ്റർ നടത്തിയത്. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, അടുത്ത ദിവസം കൺഫ്യൂഷൻ ഉണ്ടാക്കി പറയുകയും ചെയ്തു, അതായത് എന്നെങ്കിലും ഒരു കാലത്ത് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും രണ്ടായി കാണുന്ന ഒരു കാലം വന്നാൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. അതായത് മോഡിജിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്, ഇൻക്ലൂസീവ് ഗവേണൻസ്, ഇൻക്ലൂസിവിറ്റി അറ്റ് ഓൾ ലെവൽസ്, അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ഇന്ത്യ അലയൻസ് പറയുന്ന പോലെ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ടില്ല. അന്ന് പാലക്കാട് ഇഷ്യൂ ഒക്കെ പറഞ്ഞ് എന്നെയൊക്കെ ഒരുപാട് അലക്കിയതാണ്. അതൊക്കെ അസത്യമാണ്, ഒരിക്കലും സത്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അത് നമുക്ക് നേഷനാണ് മറ്റേതിനേക്കാളും വലുത്. പാർട്ടിയേക്കാളും റിലീജിയനേക്കാളും ഒക്കെ വലുത് നേഷനാണ്. നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൻസ് ആണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 145 കോടി ഇന്ത്യൻ സിറ്റിസൻസ് ആണ്. അതിൽ 20 കോടി മുസ്ലിങ്ങൾ എത്ര നാൾ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കും? 5 കൊല്ലം 10 കൊല്ലം ഓളെല്ലാം അതൊരു ഇൻജസ്റ്റിസ് ടു ദ മാസ് ആണെന്ന് റിയലൈസ് ചെയ്യണം. നമുക്ക് വോട്ട് ചെയ്യാൻ കുറേ പേരുണ്ട്, എന്നും അവരുടെ ഇഗ്നോറൻസ് കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങൾ MP-മാരായിക്കൊണ്ടേയിരിക്കും. ഞങ്ങളിങ്ങനെ പോയും വന്ന് ഞങ്ങളുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കും. യു ആർ ഇഗ്നോറിങ് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. 41 എനിക്ക് 1 ലക്ഷം പേരാണ് ബെനിഫിറ്റ് എടുക്കുന്നത്. 40 ലക്ഷവും വിഷമിക്കുന്നവരാണ്. ഒരു NRI ഇഷ്യൂ വന്നു, അവർ പവറിലിരുന്നുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തതും ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു BJP മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കുക രണ്ടും രണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ലൈനിൽ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാൻ താങ്ക് യു പറയണമെന്ന് പറഞ്ഞ് എല്ലാവരോടും താങ്ക് യു പറഞ്ഞു. മോഡിജി മുസ്ലിംസിന് എതിരാണെന്ന് പറഞ്ഞുള്ള ഫാൾസ് പ്രൊപ്പഗൻഡ ആണെന്ന് 100% വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും പറയാൻ പ്രധാനപ്പെട്ട മെസ്സേജ് ഇതായിരുന്നു, ദ എസെൻഷ്യാലിറ്റി ഓഫ് ഹാവിങ് എ ഡിഫറെൻറ്റ് തോട്ട്സ് ഓഫ് പവർ ഷെയറിങ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ 3 കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിൻ്റെ റൈറ്റ് ടൈമാണ്. തീർച്ചയായിട്ടും ഞാനത് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിൽ ഇൻഡിക്കേറ്റ് ചെയ്തതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മോഡിജിയുടെ മൈൻഡും അറിയാം, NDA ഡൽഹിയുടെ മൈൻഡ് അറിയാം, NDA ട്രിവാൻഡ്രം മൈൻഡ് അറിയാം, പൊളിറ്റിക്കൽ പ്രോസസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സീനിയേഴ്സിൻ്റെ മൈൻഡ് അറിയാം. അവരെല്ലാവരും ഇൻക്ലൂഷൻ എന്നുള്ള വാക്കിനെ 100% അംഗീകരിക്കുക. അവിടെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് NDAയുടെ നിലപാടാണ്, മോഡിയുടെ നിലപാടാണ് എന്ന് പറയുന്നതാണ്. അത് പൊളിറ്റിക്സിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പം നോക്കിക്കോളൂ, ഇപ്പം എനിക്ക് നാഷണൽ ലെവലിൽ അവിടെ എനിക്കൊരു മിക്സഡ് ഫീലിംഗ് തോന്നി. മിക്സഡ് ഫീലിംഗ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ 5-10 കൊല്ലം വന്ന ആ ഹോഴ്സ് പവറിൽ പോയ ആ ഗ്രാഫിന് ഒരു ചെറിയ മങ്ങൽ വന്ന പോലെ എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 241 ഉള്ളൂ BJPക്ക്. 273 വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഭയങ്കര പവർഫുൾ ആയിട്ട് പോയാണ്. അവർ പറയും ഒരു ബാലൻസിങ് ഉണ്ട്, പവർഫുൾ ഓപ്പോസിഷൻ ഉണ്ട് എന്നൊക്കെ പറയും. ഈ ഓപ്പോസിഷൻ യു വെയിറ്റ് ആൻഡ് സീ. അവർ 26 പേരുടെ അലയൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഓപ്പോസിഷൻ ഇരുന്നാലും അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല. ദേ ആർ പവർ ഹംഗ്രി. ഐ റിപ്പീറ്റഡ്ലി സേ പവർ ഹംഗ്രി ടു റോബ് ദ റിസോഴ്സസ്. അത് മാത്രമുള്ള ഒരു തോട്ട്. മറ്റേ അതല്ല, ഫോക്കസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, പ്ലാൻഡ് ആണ്, സയൻറ്റിഫിക് ആണ്. അവർക്ക് ടൈം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അജണ്ടയുണ്ട്. 2047 വരെയുള്ള അജണ്ടയുണ്ട്. റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട്. നമ്മുടെ മനുഷ്യരെ, നമ്മുടെ ജനങ്ങൾ ബുദ്ധിയുള്ളവർ തന്നെയാണ്. പക്ഷെ ഈ ബുദ്ധി പ്രയോഗിച്ചത് ഇന്ത്യ ടീമിന്റെ കള്ളപ്രചരണം കൊണ്ട് മാത്രം സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം റിയലൈസ് ചെയ്യുന്നതിന് പകരം കള്ളപ്രചരണം നടത്തി മോഡിജി നിങ്ങളുടെ എല്ലാം പിന്നെ ശത്രുവാണെന്ന് വരുത്തി തീർത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ മാറി വോട്ട് ചെയ്തു. മുസ്ലിംസ് ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് അപ്പുറത്ത് വോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ അവരറിയുന്നില്ല ഈ നേഷൻ ഗ്രോത്ത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നത് എല്ലാവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് റിയലൈസ് ചെയ്തില്ല. അതുകൊണ്ട് മലപ്പുറത്ത് നിന്നുകൊണ്ട് മലപ്പുറത്തെ ലീഡേഴ്സ് എം പിമാരോടും മലപ്പുറത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞാൻ പറയുന്നു, ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു തിങ്ക് ഡിഫറൻ്റ്ലി, ടു ഡു ജസ്റ്റിസ് ടു ദ മാസ് ഓഫ് മലപ്പുറം. തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഐ വിൽ ഡിസ്കസ്. ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് വിത്ത് ട്രിവാൻഡ്രത്ത് നിന്നും കൂടെ അത് പറഞ്ഞ് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരാനുള്ള എല്ലാ എഫർട്ടും എടുക്കും. അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംശയമൊന്നുമില്ല. പല മീറ്റിങ്ങുകളിലും നേതാക്കന്മാർ മുതലേറ്റം മുതൽ താഴെയേറ്റം വരെ പണ്ട് പറയാതിരുന്നവരൊക്കെ ശക്തമായി പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ റിവ്യൂ മീറ്റിങ്ങിലും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരെ ക്രിസ്ത്യൻസ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കണ്ടുപഠിക്കണം. അവരെന്താ ചെയ്യുന്നത് അത് കണ്ടുപഠിക്കും. ഒരുപാട് നമ്മുടെ ആ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ ആ പൊളിറ്റിക്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും ഒരു ഫാമിലി സെറ്റപ്പ് ആയാലും അവർ പുരോഗമിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, പ്രോഗ്രസ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പം തന്നെ അവരുടെ അടുത്ത് നിലപാട് എന്താണ്? കേരളത്തിൽ 65,000-ഓളം ക്രിസ്ത്യൻസും 90,000-95,000 മുസ്ലിംസും ഉള്ളത്. ഇവരുടെ അടുത്ത നിലപാട് എന്താണ്? അവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് നോക്കുന്നത്. അങ്ങനെയല്ല പറയണത്. ഒരാൾ പറഞ്ഞത് നമുക്ക് ലീഗുകാർ പെട്ടെന്ന് ചെന്നിട്ട് BJP ചേരാൻ പറഞ്ഞാൽ അവരാരും വരത്തില്ല. അവർക്ക് അതിനുള്ള മനസ്സായിട്ടില്ല, സമയമായില്ല, സമയം എടുക്കും. പക്ഷേ അവരൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ മാനറിൽ ഇന്ത്യയുടെ ഒരു അലയായി മാറുകയാണെങ്കിൽ അവർക്കും ഗുണമുണ്ട്, നമുക്കും ഗുണമുണ്ട്. അവർ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന BJP തൊട്ടുകൂടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അവർക്ക് പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ട് വരും. രണ്ടാമത് 5 കൊല്ലം പവറില്ല, 10 കൊല്ലം പവറില്ല, 15 കൊല്ലം എവർ പവർലെസ്. അത് അവർക്ക് ദോഷം ചെയ്യില്ലേ? അവർക്കല്ല ദോഷം ചെയ്യും, സാധാരണക്കാരന് ദോഷം ചെയ്യത്തില്ലേ? മുസ്ലിങ്ങളിലെ പാവങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളിലെ പാവങ്ങൾക്കും ദോഷം ചെയ്യത്തില്ലേ? MP-യുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പോവും? എന്ത് പറഞ്ഞു പോവും? പവറുള്ളൊരു MP ആണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ നോക്കിക്കോ, തൃശ്ശൂർ റെവല്യൂഷനാണ് സംഭവിക്കാൻ പോകണം. ഞാൻ രാവിലെ സുരേഷ് ഗോപി സാറിനോട് സംസാരിക്കുകയായിരുന്നു. അതേ ഇനി നോക്കിക്കോ, തൃശ്ശൂർ ഈസ് ഗോയിങ് ടു ബി ഹെവൻ, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലേ. ദേ ഷുഡ് ഹാവ് എൻ MP ആസ് എ മിനിസ്റ്റർ. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ തോന്നലാണത്, ഞാൻ പ്യൂർലി മൈ തോന്നല്ല. അവർ ഇന്ത്യയുടെ അലയായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾ മിനിസ്റ്റർ അല്ലേ? മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ മലപ്പുറത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാ ഗുണം? മലപ്പുറത്തെ മുസ്ലിമിന് മാത്രമല്ല, മലപ്പുറത്ത് 41 ലക്ഷത്തിന് ഗുണമല്ലേ? ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയും. ഈ സാറ് മികച്ച പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ കുറെ കൂടി മികച്ച ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുൽത്താനത്തെ പേര് വിവാദം, കേരള സ്റ്റോറി, ഈ വിഷയമൊക്കെ സാറിനെ കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയില്ലേ, എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മലപ്പുറം ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ കേരളം ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ ടോട്ടൽ ഡെവലപ്മെന്റ് ഒരു വിഭാഗത്തിന്റെ ഡെവലപ്മെന്റ് അല്ല, 145 കോടിയുടെയും ഡെവലപ്മെന്റ്. അങ്ങനെ കാസ്റ്റ്, ക്രീഡ്, സെക്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ചുള്ള ഡെവലപ്മെന്റ് മാത്രമാണ് ഞാൻ ചിന്തിച്ചതും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള പല വിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഗ്രോ ചെയ്യുന്ന ചെടിയുടെ ഇടയിൽ ഉപ്പ് വാരി ഇടുന്നതൊക്കെ ചിലതൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. അതിനെ ഞാൻ വലുതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ പലതും ഇപ്പം മോഡിജി കാൻഡിഡേറ്റിനെ വെളിയിലാക്കി, അതൊക്കെ കള്ളവിവാദമായിരുന്നില്ലേ? കേരള സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് ശരിയും തെറ്റും പറഞ്ഞ് നമ്മൾ അടിക്കണം. അതിനപ്പുറം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതാണ് നല്ലത്. എനിക്കങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടമാണ്.